ആദരണീയനായ അധ്യക്ഷൻ വിശാൽ സർ, സബ്ജക്ട് രവീന്ദ്രനാഥ്, അജീത് കൃഷ്ണൻ, സ്വാഗത ഭാഷണം ചെയ്ത അഡ്വക്കേറ്റ് കെ അശോകൻ, പ്രസംഗത്തിൽ ഔപചാരികത കടന്നു വരാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ ഈ കൾച്ചറൽ ഫോറം ഞാൻ ഔപചാരികമായി സസന്തോഷം കോടതിയിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് കാര്യം തോന്നുക ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച്. നിങ്ങൾക്കതല്ല, കോടതിയിൽ വെച്ച് തന്നെ കാര്യം പറയുവാൻ വേണ്ടി പരിശീലിച്ചവരും സാധിക്കുന്നവരും ഒക്കെയാണ്. എന്നാലും നിങ്ങളിൽ മുമ്പ് ഞങ്ങൾ എന്നതുകൊണ്ട് അതിനെ വളർത്തേണ്ടതും ആണ് എന്നതുകൊണ്ട് ഞാനിന്ന് എന്തുകൊണ്ട് കല നമ്മുടെ ഒരു വിഷയമായി തീരണം, എന്തുകൊണ്ട് നമ്മളൊക്കെ ഈ ബ്യൂട്ടിയുടെ ഒരു ആരാധകരായി തീരണം, എന്തുകൊണ്ട് ക്രിയേറ്റിവിറ്റി മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്കൽറ്റി ആയിരിക്കുന്നു. മറ്റെല്ലാ ജീവജാലങ്ങളും അത്ഭുതകരമായ സൗന്ദര്യം ഉണ്ട്. മാനും മയിലും മുയലും പാമ്പും പുഴയും മലയും എല്ലാ ദൈവ സൃഷ്ടികളും അല്ലെങ്കിൽ പ്രകൃതി സൃഷ്ടികളും അതിമനോഹരം. എന്തൊരു സിമെട്രിയാണ്! ഒരു ഇല എടുത്തു നോക്കിയാൽ, ഒരു പൂവെടുത്തു നോക്കിയാൽ എല്ലാം പരിപൂർണത കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതാണ്. ദൈവ സൃഷ്ടികളിൽ ഒന്ന് മാത്രമാണ് സൗന്ദര്യമില്ലാത്തത്, അത് മനുഷ്യൻ. മനുഷ്യൻ ഒരു സൗന്ദര്യമുണ്ട്. മനുഷ്യന്റെ വാക്കിന് സൗന്ദര്യം ഉണ്ടാകാം, അതൊക്കെ ഒരു പ്രായശ്ചിത്തമാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയും. അപ്പോൾ മറ്റെല്ലാ ജീവജാലങ്ങൾക്കും ഇങ്ങനെ സൗന്ദര്യം, പ്രകൃതിയുടെ സൗന്ദര്യം ആവിഷ്കൃതമാണ് അതിലെല്ലാം എന്നത് കൊണ്ട് തന്നെ മനുഷ്യൻ അത് ലഭിച്ചില്ല എന്നതുകൊണ്ടാണ് അയാൾ ആർട്ടിസ്റ്റ് ആവാൻ കാരണം. അവയ്ക്കൊന്നും ചെയ്യണ്ട. ഒരു ഏത് ജീവിക്കായാലും ഇപ്പോൾ സോൾ ഓഫ് ആൻഡ് എന്ന് പറഞ്ഞിട്ട് മനോഹരങ്ങളായിട്ടുള്ള പുസ്തകങ്ങൾ. ഈ ഉറുമ്പിൻ്റെ ജീവിതം എന്തൊരു അത്ഭുതമാണ്, എന്തൊരു കമ്മ്യൂണിക്കേഷൻ പവറാണ്. ഒരു മണപ്പാറ്റയ്ക്ക് ഏതാണ്ട് 40 കിലോമീറ്റർ അകലെയുള്ള തൻ്റെ ഇണയുമായിട്ട് വിനിമയം ചെയ്യാൻ സാധിക്കും. അങ്ങനെ കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ച് അസാധാരണമായ ശേഷിയുള്ളവരാണ്, കാഴ്ചയിൽ വളരെ സൗന്ദര്യമുള്ളവരാണ്, എല്ലാം തികഞ്ഞവരാണ്. മറ്റ് ജീവജാലങ്ങളെല്ലാം അവയ്ക്ക് അതിജീവിക്കാൻ വേണ്ടതൊക്കെ ദൈവം കൊടുത്തിരിക്കും. അതിനെക്കുറിച്ചുള്ള കഥ ഇതാണ്. എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചപ്പോൾ ഒരു ഗ്രീക്ക് മിത്താണ്. എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചിട്ട് ദൈവം 2 ഉപദേവന്മാരോട് പറഞ്ഞു, ഇവർക്ക് അതിജീവിക്കാൻ വേണ്ട ശേഷി നീ കൊടുക്കണം. അങ്ങനെ എപ്പിമെത്യൂസ് മനുഷ്യരൊഴിച്ചുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ചുമതല. അങ്ങനെ അവർക്ക് അതിജീവിക്കാൻ വേണ്ടതൊക്കെ അദ്ദേഹം ചെയ്തു. കട്ടിയുള്ള രോമപ്പുതപ്പ്, ഉളമ്പുകൾ കൊടുത്തു, കൊമ്പുകൾ കൊടുത്തു. അങ്ങനെ എല്ലാറ്റിലും അതിജീവിക്കാൻ വേണ്ട കവചമുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അവർക്ക് പ്രത്യേകിച്ച് വീടൊന്നും കെട്ടണ്ട, അത് തന്നെ അവർക്ക് വീടായിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ അങ്ങനെ അവർക്ക് സുഖമായിട്ട് അതിജീവിക്കുകയും ചെയ്യും. മാത്രമല്ല, അവരുടെ ചുമതല ദൈവത്തിൻ്റെ പക്കലാണ്. ഈ താക്കോൽ അവരുടെ കയ്യിൽ കൊടുത്തിട്ടേയില്ല, ജീവിതത്തിൻ്റെ താക്കോൽ. അതുകൊണ്ട് ഇൻസ്റ്റിങ്റ്റീവായിട്ടുള്ള ടെൻഡൻസിയാണ് അവരെ നയിക്കുന്നത്. അവർ ചെയ്യുന്നതൊക്കെ അവർ ചെയ്യുന്നതല്ല, പ്രകൃതി ചെയ്യുന്നത്. അതുകൊണ്ട് അവർ സുരക്ഷിതരാണ് എന്നൊരു പരിധി വരെ പറയാം. അരക്ഷിതരല്ല. അരക്ഷിതരല്ലാത്തതിന് കാരണം എന്താ? മരിക്കും അവർക്കറിയില്ല.
ഒരു ജീവജാലത്തിനും താൻ മരിക്കും എന്നാണ്. അപ്പൊ അതുകൊണ്ട് സുരക്ഷിതരാണ്. മരിക്കും അറിയില്ലെങ്കിൽ ആരാ സുരക്ഷിതരല്ലാത്തത്? മരിക്കും എന്നുള്ള ഓർമ്മ കാരണമാണ് നമ്മളൊക്കെ സൂക്ഷ്മമായ അർത്ഥത്തിൽ അരക്ഷിതർ ആയിരിക്കും. അപ്പോൾ മറ്റെല്ലാ ജീവജാലങ്ങളും ഇങ്ങനെ സുരക്ഷിതരായി അവരുടെ കാര്യങ്ങളൊക്കെ ദൈവം നോക്കിക്കൊള്ളും, അവർക്കായി ഒന്നും നോക്കണം. മനുഷ്യന് പക്ഷേ ഈ കവചങ്ങളൊന്നുമില്ല. അയാൾ രോമരഹിതനാണ്, അയാൾ കൊമ്പില്ല, അയാൾ കുളമ്പില്ല, അയാൾക്ക് അതിവേഗമില്ല, അയാൾക്ക് അതിജീവിക്കാൻ സാധ്യമല്ല. തണുപ്പിലോ കടുത്ത ചൂടിലോ ഒക്കെ അതിജീവിക്കാൻ ബുദ്ധിമുട്ടാണ് മനുഷ്യൻ. ആ മനുഷ്യനെ എങ്ങനെ രക്ഷിക്കും? അതിൻ്റെ ചുമതല ഈ പ്രൊമീഥ്യൂസിനാണ്. പ്രൊമീഥ്യൂസ് ചെയ്തത് അതാണ് നിങ്ങൾക്കൊക്കെ അറിയാം. സ്വർഗത്തിൽ നിന്ന് അഗ്നി കൊണ്ടുവന്ന്, അങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം? സ്വയം പരിണമിക്കുക. മറ്റെല്ലാ ജീവജാലങ്ങളുടെയും ചുമതല ദൈവം ഏറ്റിരിക്കുന്നു. പ്രകൃതിയെ നിങ്ങളുടെ ചുമതല നിങ്ങളേൽക്കണം എന്ന് പറഞ്ഞാലോ എങ്ങനെയായിരിക്കും? ഇപ്പോൾ കാട്ടുതീയിൽ നിന്ന് ഒരു കാട്ടാടിൻ്റെ മാംസം കിട്ടുന്നു. തിന്നു നോക്കിയപ്പോഴാണ് അതുവരെ തിന്ന പച്ച ഇറച്ചിയേക്കാൾ സ്വാദം വരുന്നത്. ഈ അഗ്നിയാണ് മനുഷ്യൻ ആദ്യം മെരുക്കുന്നത്. അഗ്നിയുടെ സമീപത്തിരിക്കുമ്പോൾ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുന്നു, ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നു. അപ്പോൾ പ്രകൃതി നിയന്ത്രണത്തിലായി. അങ്ങനെ പ്രകൃതി നിയന്ത്രണത്തിലായി തീരുന്നു. നിങ്ങൾ പ്രകൃതിയാ ജീവിക്കേണ്ടതില്ല, നിങ്ങൾ പ്രകൃതിയെ നിയന്ത്രിച്ച് ജീവിക്കുക. അങ്ങനെ ഈ അഗ്നി എന്ന് പറഞ്ഞാൽ ഈ ഫയർ നമ്മളിലൊക്കെ ഉണ്ട്. പിന്നെ കുഞ്ഞുമാർക്ക് വൈക്കം മുഹമ്മദ് ബഷീറിനെ പരിചയപ്പെടുത്താൻ കുട്ടിയായിരിക്കുന്ന അങ്ങനെ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഈ കുട്ടി നല്ല ഫയറുള്ള കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇയാളെ വൈക്കം ബഷീറിനെ പരിചയപ്പെടുത്തി. ബഷീർ ഒരു പുസ്തകമൊക്കെ എനിക്ക് സമ്മാനമായിട്ട് തലയിൽ അനുഗ്രഹിച്ചു. അപ്പോൾ ഈ ഫയറാണ് നിങ്ങളൊക്കെ ഇരിക്കുന്നു. ഈ ഫയർ എൻ്റെ മാത്രമല്ല എല്ലാ ആളുകളിലും ഫയർ. അപ്പോൾ ഈ പ്രൊമീഥ്യൂസ് ഈ ഫയറാണ് ഏൽപ്പിച്ചത്. അങ്ങനെ അയാൾ അതിജീവിക്കാൻ വേണ്ടി വീടുണ്ടാക്കുന്നു, അതിജീവിക്കാൻ വേണ്ടി കൃഷി ചെയ്യുന്നു. അങ്ങനെ അയാൾ വാഹനങ്ങൾ ഉണ്ടാക്കുന്നു, അയാൾ റോഡുകൾ ഉണ്ടാക്കുന്നു. അയാൾ ഉണ്ടാക്കിയ ഭൂമിയുടെ പേരാണ് ലോകം. വേൾഡ് എന്ന് പറയുന്നതും എർത്ത് എന്ന് പറയുന്നതും രണ്ടാണ്. എർത്ത് എന്ന് പറയുന്നത് പ്രകൃതിയാളുള്ളത്, ദൈവം ഉണ്ടാക്കി. വേൾഡ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ് ക്രിയേറ്റ് ചെയ്തു, നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് വേൾഡ് എന്ന് പറയുന്നത്. വേൾഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ റൂട്ട് മീനിങ് പുരുഷനെന്നാണ്. പ്രത്യേകിച്ചും പുരുഷനെ പരിഗണിക്കുന്ന ഒരു ക്രമമാണ് ലോകത്തിലെങ്ങും ഉള്ളത് കൊണ്ട് ആണ് പുരുഷൻ എന്ന റൂട്ട് മീനിങ് ഉള്ള ഒരു വാക്ക് വേൾഡ് എന്ന് പറയുന്ന ഒരു വാക്ക് ഒരു കൺസെപ്റ്റിനും അകത്തിരിക്കും. അതായത് മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നു. പക്ഷേ പ്രകൃത്യാ സൗന്ദര്യമുള്ള ഈ ജീവജാലങ്ങൾക്ക് പ്രകൃത്യാ സൗന്ദര്യമില്ലാത്ത ഈ മനുഷ്യൻ എങ്ങനെ പ്രതികരിക്കും എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതെങ്ങനെ പ്രതികരിച്ചു? അത് പരിമിതികളാണ് നമ്മളെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ചത്. രോമരഹിതമായിട്ടുള്ള ഈ ശരീരം നിങ്ങളോട് വസ്ത്രം ധരിക്കൂ എന്നാവശ്യപ്പെട്ടു. അങ്ങനെ വസ്ത്രം ഉണ്ടാക്കും. മറ്റെല്ലാ ജീവജാലങ്ങൾക്കും ശബ്ദം മാത്രമേ ഉള്ളൂ. ആ ശബ്ദം കൊണ്ട് നമുക്ക് അതിജീവിക്കാനാവില്ല. നമ്മൾ അതിനെ ഭാഷയാക്കുന്നു. ആ ഭാഷ കവിതയാകുന്നു, ആ ഭാഷ കഥയാകുന്നു, ആ ഭാഷ ചരിത്രമാകുന്നു, ആ ഭാഷ ശാസ്ത്രത്തിന്റെ ഉടലായിരിക്കുന്നു. ഇങ്ങനെ ഈ ശ്വാസമാണ് മാറുന്നത്. അപ്പോൾ അവർക്ക് ഈ ശ്വാസമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഈ ശ്വാസത്തെ വികസിപ്പിച്ച് ഈ പറഞ്ഞില്ലേ ഈ ഫയറിൽ വേവിച്ച് കുക്കിടുന്നതാണ് സിവിലൈസ് എന്നാണ്. കൾച്ചർ എന്ന് പറഞ്ഞാൽ കുക്കിടുന്നതാണ്. അതിൽ നിന്ന് ഈ അഗ്നി അതാണ് ആക്കാം. നമ്മളൊക്കെ കുക്ക് ചെയ്തതാണ്. വസ്ത്രം കുക്ക് ചെയ്യുന്നതാണ്, ഭാഷ കുക്ക് ചെയ്യുന്നതാണ്, സംഗീതം കുക്ക് ചെയ്യുന്നതാണ്. അതൊന്നും അതേപടിയല്ല, അതേപടി ആർക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ സംഗീതവും ഈ ഭാഷയും അങ്ങനെ എല്ലാ സംഗതികളും നമ്മളിങ്ങനെ കുക്ക് ചെയ്തിട്ടാണ്.
മനുഷ്യൻ അതിജീവിക്കാൻ വേണ്ടി ദൈവത്തെ ഈ ജീവജാലങ്ങൾ അതിജീവിക്കാൻ വേണ്ടി എല്ലാം ചെയ്തിരിക്കുന്നു. പക്ഷെ അത് പോരാ, നമുക്ക് നമ്മളായിട്ട് വരുത്തിയിട്ടുള്ള മാറ്റങ്ങളുടെ ആകത്തുകയ്ക്കാണ് കൾച്ചർ. സംസ്കാരം എന്ന് പറയുന്നത് നമ്മളായി അതിജീവിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന പരിണാമങ്ങളുടെ ആകത്തുകയ്ക്കാണ്. നമ്മളായിട്ട് ചെയ്തിട്ടുള്ള ഈ പരിണാമങ്ങളിൽ പെടും ആർട്ട്, ഈ പരിണാമങ്ങളിൽ പെടും ബ്യൂട്ടി. അവർക്ക് ബ്യൂട്ടി ഉണ്ടെങ്കിൽ ബ്യൂട്ടി ആസ്വദിക്കാനൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, തിരിച്ചറിയുന്നില്ല. പക്ഷെ നമ്മൾ ബ്യൂട്ടി ഉണ്ടാക്കുന്നു. അവർ ബ്യൂട്ടിയാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ജന്മനാ ബ്യൂട്ടിഫുൾ ആണ് അവർ, നമ്മൾ ബ്യൂട്ടിഫുൾ അല്ല. അതുകൊണ്ട് നമ്മൾ വസ്ത്രമൊക്കെ ധരിച്ച് ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഹാവലോ കെല്ലീസ് ഒരു കുട്ടിയോട് ചോദിക്കുന്നു, 4 പെൺകുട്ടികൾ, നഗ്നരായിട്ടുള്ള 4 പെൺകുട്ടികളുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇതിലാരാണ് സുന്ദരീകരിച്ചത്? അപ്പൊ ആ കുട്ടി പറയുന്നത് അതിന് അവരൊന്നും കൊടുത്തിട്ടുണ്ടല്ലോ എന്നാ പറയുന്നത്. പറ്റില്ല. സൗന്ദര്യമൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ ബോഡിയിലുള്ളതല്ല, നമുക്ക് പ്രകൃതിയാക്കിയിട്ടില്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ വസ്ത്രം ഉണ്ടാക്കുന്നു, അങ്ങനെ ഈ ഭാഷ പരിണമിച്ച് സംഗീതം ഉണ്ടാക്കുന്നു, നാടകം ഉണ്ടാക്കുന്നു, നോവൽ ഉണ്ടാക്കുന്നു. അങ്ങനെ സ്പോർട്സ് അത്ഭുതകരമായിട്ട് വലിയ ഒരു കാര്യം. ഈ എല്ലാ ജീവജാലങ്ങൾക്കും കളിക്കണം, എല്ലാ ജീവജാലങ്ങളും കളിക്കും. പക്ഷെ അതിനെ ഒരു രൂപമാക്കി മാറ്റാനൊന്നും സാധിക്കും. വെറുതെ ഓടി കളിക്കുമ്പോൾ എന്തെങ്കിലും ഉപയോഗസ്ഥലമാണെങ്കിലും ഒക്കെ ചെയ്യും. പക്ഷെ അതിൽ നിന്നൊരു ഫുട്ബോൾ ഉണ്ടാക്കുക എന്ത് അതിശയമാണ്. അതിൽ നിന്നൊരു വോളിബോൾ ഉണ്ടാക്കുക, അതിൽ നിന്നൊരു ക്രിക്കറ്റ് ഉണ്ടാക്കുക. ഇങ്ങനെ ഇതൊന്നും നമുക്ക് തന്നിട്ടില്ല. ഈ കളിക്കാനുള്ള ഊർജം നമ്മളുണ്ട്. അത് മാത്രമേ ദൈവം തന്നു. ഈ ഊർജത്തെ നമ്മൾ ക്രിക്കറ്റ് ആക്കുന്നു, ഫുട്ബോൾ ആക്കുന്നു, വോളിബോൾ ആക്കുന്നു, അത്ലറ്റിക്സ് ആക്കുന്നു ഒക്കെ. അവിടെ ഒരു ചെറിയ സൂക്ഷ്മമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അപ്പൊ എന്താണ്? അപര്യാപ്തങ്ങളായ മാർഗങ്ങൾ ബോധപൂർവം സ്വീകരിക്കുകയാണ് സ്പോർട്സിൽ ചെയ്യുക, എല്ലാ ഗെയിംസിലും ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പൊ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് നമുക്കൊരു പ്രയാസമില്ല, ഒരു ബോൾ എടുത്തുകൊണ്ട് പോയി എൻ്റെ അകത്തിലാണ്. പക്ഷെ നമ്മൾ കൈകൊണ്ട് തുടരുകയില്ല. അങ്ങനെ നമ്മൾ അപ്പോഴെന്ത് പറ്റും? യൂസ് അവർ ടാലന്റ്. നമ്മൾ പിന്നെ ബാസ്കറ്റ് ബോൾ വേണമെങ്കിൽ നമുക്കൊരു സ്റ്റൂൾ എടുത്ത് വെച്ച് ഇടാവുന്നതേ ഉള്ളൂ, ഇല്ലേ? ഒരു പ്രയാസം. അപ്പോഴെന്തുണ്ടാവുന്നില്ല? നമ്മുടെ ടാലന്റ് യൂസ്. എല്ലാ സ്പോർട്സും, എല്ലാ ഗെയിംസും ആണ്. ഇതെല്ലാം തന്നെ വളഞ്ഞ വഴിയിലൂടെ സാക്ഷാത്കരിക്കുന്ന കാര്യം. ഈ വളഞ്ഞ വഴിയിലൂടെ സാക്ഷാത്കരിക്കുമ്പോൾ മാത്രമേ ഇത് ഉപയോഗപ്പെടുന്നുള്ളൂ. നമ്മുടെ ടാലന്റ്. മെസ്സിയൊക്കെ എന്തൊരു അഴകാണ് അയാൾ കളിക്കുമ്പോൾ. നമ്മൾ നോക്കിയിരിക്കുകയാണ് എങ്ങനെയാണ് ഈ അത്ഭുതം ഈ മനുഷ്യൻ കാണിക്കുന്നത്. എന്തുകൊണ്ട്? ഈ ടാലന്റിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഈ ടാലന്റ് എവിടെ പ്രത്യക്ഷപ്പെടുന്നു അവിടെയൊക്കെ നമ്മൾ ആരാധകരായിത്തീരുന്നു, അല്ലെങ്കിൽ നമ്മൾ ആ ആളായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ സ്പോർട്സ് അല്ലെങ്കിൽ ഗെയിംസ് എന്ന് പറയുന്നത് ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വേ ഉപയോഗിച്ച് നമ്മുടെ എഫിഷ്യൻസി കാണിക്കുന്ന ഒരു റൂട്ടാണ് വാസ്തവത്തിൽ ഒരു ഗെയിമിനകത്തുള്ളത്. ഇതെല്ലാം തന്നെ നമ്മുടെ ഈ ടാലന്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ടാലന്റ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി, നമ്മുടെ സൗന്ദര്യം തന്നെയാണ് ഇതിലൂടെ മുഴുവൻ വെളിവായി വെക്കുന്നത്. ആരും തരാത്ത സൗന്ദര്യം, ദൈവം തരാത്ത സൗന്ദര്യം നമ്മൾ സൃഷ്ടിക്കുക. ഇങ്ങനെ സൃഷ്ടിച്ചാൽ മാത്രമേ മനുഷ്യന് സ്വസ്ഥതയുള്ളൂ. നമ്മൾ വെൽ ഡ്രസ്ഡായാൽ നമ്മൾ അറിയാതെ ഒരു സുഖവും ഒരു വിശ്വാസവും ഉണ്ടാവും. അതൊരു ചെറിയ ആവിഷ്കാരം, ക്രിയേറ്റിവിറ്റിയുടെ ചെറിയ ഒരു ആവിഷ്കാരമാണ്. നമ്മൾ നന്നായിട്ട് പാടിയാൽ നമ്മൾ സ്വീകരിക്കപ്പെടുന്നു, നമുക്ക് തന്നെ അത് അഭിമാനകരമായി തീരുന്നു. അപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നു ഒരു ക്രിയേറ്റിവിറ്റി. നിങ്ങൾ മനോഹരമായി സംസാരിക്കുന്ന ഒരാളാണ് ഒരു വക്കിൽ, സുന്ദരമായിട്ട് ആർഗ്യം ചെയ്യുന്നു, മറ്റൊരാൾ കണ്ടെത്താത്ത ഒബ്സർവേഷനുകൾ ഇയാൾ കാണുന്നു, മറ്റൊരാൾ കണ്ടിട്ടില്ലാത്ത പഴുതുകൾ കാണുന്നു. അപ്പോഴൊക്കെ അയാൾ വ്യത്യാസം അല്ലേ? അയാൾ എന്ത് ഉപയോഗിക്കുന്നു? അയാൾ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ആൾ മാത്രമേ വലിയ വക്കീലാവാൻ സാധിക്കൂ. അപ്പൊ ഈ ക്രിയേറ്റിവിറ്റിയാണ് നമ്മൾ വക്കീലായിരിക്കുമ്പോൾ ഉപയോഗിക്കുന്നത്.
ക്രിയേറ്റിവിറ്റിയാണ് പ്രസംഗിക്കുമ്പോൾ ഒരാൾ ഉപയോഗിക്കുന്നത്, കവിത എഴുതുമ്പോൾ ഒരാൾ ഉപയോഗിക്കുന്നത്, എല്ലാ മാർഗങ്ങളിലും. അപ്പോൾ ഏതേത് മാർഗത്തിലും ഉണ്ട് ക്രിയേറ്റീവ് ആകാനുള്ള ഒരു മാർഗം. ഈ ക്രിയേറ്റിവിറ്റി ആകാൻ അവസരം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര പണം കിട്ടിയാലും നിങ്ങൾ സന്തുഷ്ടരായി. ഇപ്പോൾ IT ജോലിക്കൊക്കെ അവിടെയും ക്രിയേറ്റിവിറ്റിക്ക് വലിയ സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷെ സാധ്യതയില്ലാത്ത ഇടങ്ങളും ആ സാധ്യതയില്ലാത്ത ഇടങ്ങളിൽ എത്ര പണം കിട്ടിയാലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. കാരണം നമുക്ക് നമ്മുടെ വൈഭവം കാണിക്കണം, നമുക്ക് നമ്മുടെ ടാലന്റ് കാണിക്കണം. ടാലന്റ് കാണിക്കുന്ന ഇടങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മളും ടാലന്റ് പ്രകാശിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കും. മറ്റൊരാൾക്ക് സാധിക്കാത്ത വിധത്തിൽ ഒന്ന് സാക്ഷാത്കരിക്കുമ്പോഴാണ് ആ ടാലന്റിന് തൃപ്തിയാകുക. അപ്പോൾ മനുഷ്യർക്ക് നിരവധിയായ വഴിയുണ്ട് ടാലന്റ് പ്രകാശിപ്പിക്കാൻ. അപ്പോൾ ഈ ക്രിയേറ്റിവിറ്റിയാണ് അയാൾക്ക്. ദൈവം അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റി എല്ലാ ജീവജാലങ്ങളുടെയും രൂപസൗന്ദര്യത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നുവെങ്കിൽ മനുഷ്യൻ ആ ക്രിയേറ്റിവിറ്റിയാൽ അനുഗ്രഹീതനല്ലാത്തതിനാൽ അയാൾ ആ ക്രിയേറ്റിവിറ്റി സ്വയം സൃഷ്ടിക്കുന്നു എന്ന. വീട് നിർമ്മിച്ചുകൊണ്ട്, കെട്ടിടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, നമ്മുടെ സ്കൂളുകളും കലാശാലകളും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ് ഈ ലോകം മുഴുവൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോകം എന്ന് പറയുന്നത് മനുഷ്യൻ ക്രിയേറ്റ് ചെയ്ത ഒന്നാണ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ നമ്മൾ പൊതുവായിട്ട് സംസാരിക്കുക, പൊതുവായിട്ട് സംസാരിച്ചാലൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പക്ഷെ കേവല കമ്മ്യൂണിക്കേഷൻ പോരാ എന്ന് വന്നാലോ അപ്പോൾ നമ്മൾ എന്തുപയോഗിക്കും? കവിത, അല്ലെങ്കിൽ നാടകം കാണും, അല്ലെങ്കിൽ സിനിമ കാണും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ സിനിമയ്ക്കൊക്കെ ഇത്രമേൽ ആകർഷണം? നാടകത്തിനൊന്നും ഇല്ലാത്ത, നാടകത്തിന് ആകർഷണമുണ്ട്, വേറെ ഒരു സിനിമയ്ക്ക് എന്തുകൊണ്ട് ആകർഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നിങ്ങളെ പേഴ്സണലായിട്ട് അഡ്രസ് ചെയ്യുന്നു എന്നുള്ളത്. അതെങ്ങനെയാണ് സാധിക്കുന്നത്? ഈ ക്യാമറയിലൂടെ ഞാൻ നോക്കുമ്പോൾ, അല്ലെങ്കിൽ മോഹൻലാൽ നോക്കുമ്പോൾ, അല്ലെങ്കിൽ മമ്മൂട്ടി നോക്കുമ്പോൾ, നിങ്ങൾ എല്ലാവരെയും അല്ല അയാൾ നോക്കുന്നത്, ഓരോരുത്തരെയായിട്ടാണ്. അത് സിനിമയ്ക്ക് മാത്രമേ സാധിക്കൂ. അത് ഈ ക്യാമറയ്ക്ക് മാത്രം കഴിയുന്ന വിഷയം. നിങ്ങളെ മാത്രമാണ് അയാൾ അഡ്രസ് ചെയ്യുന്നു. അല്ലേ, ഞാനിപ്പോൾ എൻ്റെ കൂട്ടുകാരുമായിട്ട് ജഡ്ജിനെ കാണാൻ വന്നിരിക്കുന്നു, പക്ഷെ അദ്ദേഹം എന്നെ നോക്കാതെ അവരോട് മാത്രമാണ് സംസാരിക്കണമെന്ന് വെച്ചാൽ എനിക്ക് വലിയ ദുഃഖം ഉണ്ടാവില്ല. എൻ്റെ ഈ വിസിബിലിറ്റി ഇല്ലായ്മയിൽ ഞാൻ വല്ലാതെ വേദനിക്കുന്നു. പക്ഷെ ഈ വിസിബിലിറ്റിയിൽ അഡ്രസ് ചെയ്യപ്പെടാതെ ഈ മാധ്യമം ചെറുക്കുന്നു. ഇരുട്ടിൽ ഓരോരുത്തരെയും അത് അർത്ഥപ്പെടുന്നു. മമ്മൂട്ടി ഓരോരുത്തരെയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ്, ആ ഫീൽഡിലായതുകൊണ്ടാണ് അയാൾ അത്ര ഗ്ലാമറുള്ള ഒരാളാണ്. ഒരു നാടക നടൻ ഒരിക്കലും അത് കിട്ടില്ല. എന്താ കാരണം? നാടക നടൻ വക്കീലിനെ മാത്രം നോക്കിയാൽ വക്കീലിനെ മാത്രമേ നോക്കൂ, ബാക്കി എല്ലാവരും അപ്പം അന്തരാണ്. ഇതങ്ങനെയല്ല. എൻ്റെ വീട്ടിലെ കലണ്ടറിൽ ഒരു സുന്ദരിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഭാര്യ വിചാരിക്കും അവിടെയാണ് നോക്കുന്നത്, മക്കൾ വിചാരിക്കും അവിടെ നോക്കുന്നത്, ഞാൻ വിചാരിക്കും എന്നെയാണ് നോക്കിയെന്ന്. ആർക്കും പരിഭവത്തിന് അവകാശമില്ലാത്ത വിധത്തിൽ ഈ കലണ്ടർ വീട്ടിൽ തുടങ്ങി കിടക്കും, അല്ലെങ്കിൽ ഈ കലണ്ടർ പക്ഷികൾ. ഇതാണ് ഈ ക്യാമറയുടെ ഒരു ഭംഗി. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഭംഗികൾ അനവധിയാണ്. ഭംഗിയാൽ നിർമ്മിക്കപ്പെട്ടവരല്ലാത്തതിനാൽ നമ്മുടെ പ്രതികാരമാണ് നമ്മൾ ഇതിലെല്ലാം തന്നെ കാണിക്കുന്നത്. ഈ ക്രിയേറ്റിവിറ്റിയാണ് നമുക്ക് അതിജീവിക്കാൻ ഉള്ളത് എന്നാണ്. ഈ ക്രിയേറ്റിവിറ്റി കാണിക്കുന്ന മണ്ഡലങ്ങളാണ്. ഇവിടെ സ്പോർട്സ് ഉണ്ട് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ ഇവിടെ ആർട്സ് ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതെല്ലാം തന്നെ വാസ്തവത്തിൽ ഈ ക്രിയേറ്റിവിറ്റിയുടെ ആവിഷ്കാരം. ഏതെങ്കിലും ഒരു വിധത്തിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് ആവിഷ്കരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ അസംതൃപ്തരായിരിക്കും. നന്നായിട്ട് പെരുമാറാം, അതിന് ക്രിയേറ്റിവിറ്റി. കൊച്ചുകുട്ടികളോടൊക്കെ മനോഹരമായി ഇടപഴകാം, അതിലുമുണ്ട് ക്രിയേറ്റിവിറ്റി. എൻ്റെ ഇടത്തി എന്ത് കുട്ടിക്കും ഊരാക്ക് കുട്ടിയുണ്ട്, നൂലിലൊക്കെ പെട്ടു അത് കൊടുത്താൽ നിമിഷം കൊണ്ട് അത് അടിച്ച് വൃത്തിയാക്കി തരും. അത് ടാലന്റാണ്. അപ്പൊ ഇങ്ങനെയൊന്നും വന്നാൽ ഓടുക.
അതുപോലെ ആ ചേച്ചി തന്നെ ഭയങ്കര ശ്രദ്ധയാണ്, ഈ ഒട്ടും വേദനിപ്പിക്കാതെ മുഴുവൻ പല കഥകളൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രദ്ധയൊക്കെ തിരിച്ച് അതൊരു ടാലന്റിന്റെ ആവിഷ്കാരമാണ്. ഇങ്ങനെ ഓരോ കുടുംബത്തിലും ഉണ്ട് ടാലന്റിന്റെ ആവിഷ്കാരം. ഇത് എന്റെ വീട്ടിലെ കഥ മാത്രമൊന്നുമല്ല, എല്ലാ വീട്ടിലും ചിലതിന് അധിക യോഗ്യതയുള്ള ആളുകൾ, ഭൂമിയിലെ എല്ലാ ആളുകളും ഏതോ ഒന്നിന് അധിക യോഗ്യതയുള്ളവരാണ്. ഈ അധിക യോഗ്യത ഒരു പക്ഷേ നിങ്ങളുടെ പ്രൊഫഷണൽ സാക്ഷാത്കാരം, മറ്റൊരാളുടെ പ്രൊഫഷനിലുള്ള മറ്റൊരാൾക്ക് കഴിയില്ല. ചിലപ്പോൾ ഈ പ്രൊഫഷനിലുള്ള ഒരാൾക്ക് കഴിയുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, കോടതിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കാര്യം തോന്നുന്ന ഒരാളാണ് ഞാൻ. കോടതിയിൽ നിന്ന് കാര്യം തോന്നുക എന്ന് പറയുന്ന അത്ഭുതം കയ്യിലുള്ള ആളുകളാണ് നിങ്ങൾ. അത് വാസ്തവത്തിൽ ഒരു ടാലന്റിന്റെ ആവിഷ്കാരം. അങ്ങനെ ഈ ടാലന്റ് ആണ് നമ്മളെ ഭ്രാന്തന്മാരല്ലാതാക്കി മാറ്റുന്നത്. എല്ലാം കേൾക്കാൻ പറ്റില്ലായിരുന്നു, കാണാൻ പറ്റില്ലായിരുന്നു, സംസാരിക്കാനും. അപ്പോൾ ഈ ഹെലൻകെല്ലർ അതുകൊണ്ട് തന്നെ അബ്നോർമലായതുകൊണ്ട് അവൾക്ക് എന്താ ചെയ്യുന്നതെന്ന് അവൾക്ക് അറിയില്ല. അവള് അച്ഛനെ അമ്മയെ ഒക്കെ പലതവണ മുറിയിലിട്ട് കൂട്ടി പുറത്തുനിന്ന് കൂട്ടി അവൾക്ക് അറിഞ്ഞൂടാ അവളെ എന്താ. അങ്ങനെയാണ് ഈ സള്ളിവൻ എന്ന് പറയുന്ന ഒരു അധ്യാപികയെ കൊണ്ട് അവർ വളരെ ശ്രദ്ധാപൂർവം അവളെ പിന്തുടർന്നു. അങ്ങനെ പിന്തുടർന്നിട്ടാണ് ഒരു ദിവസം ഇങ്ങനെ കൈ കഴുകുന്ന സമയത്തോടെ പഠിപ്പിക്കട്ടെ. ലോകത്തിൽ വാക്കുകളുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കണ്ടേ, വാക്കുകൾക്ക് അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കണ്ടേ, ഭാഷയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് മനസ്സിലാക്കി കൊടുക്കണ്ടേ. ഈ ഭാഷയുള്ളത് കൊണ്ടാണ് ചരിത്രം, ഈ ഭാഷയുള്ളത് കൊണ്ടാണ് ശാസ്ത്രം, ഈ ഭാഷയുള്ളത് കൊണ്ടാണ് സാഹിത്യം. അതുകൊണ്ട് അവളെ ഇതിനെല്ലാം അർത്ഥമാക്കി കൊടുക്കണ്ടേ, അവളെ ബോധവതിയാക്കണ്ടേ. അങ്ങനെ ഇയാൾ അവളുടെ കൈത്തണ്ടയിൽ ഇങ്ങനെ, നിങ്ങൾക്കറിയാം ആ കഥ, ഞാൻ ഇങ്ങനെ പറയുന്നു, വാട്ടർ എന്ന് എഴുതിക്കൊണ്ടു. അപ്പൊ അവള് കൈ തട്ടിക്കളി, എന്താ ഇതൊരു ജാതി ഇങ്ങനെ. കുറേ തവണ ആവർത്തിച്ചപ്പോ ഒരു നിമിഷം അവൾ എൻലൈറ്റഡ് ആകുന്നു. എൻലൈറ്റഡ് ആകുന്നു എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിന്റെ അതുമായി ബന്ധപ്പെട്ട ഒന്നാണ് ഈ എഴുതിയിരിക്കുന്നത് മനസ്സിലായി. അവൾക്ക് ഇതിന്റെ റിലേഷൻ മനസ്സിലായി. അവൾ മനസ്സിലാക്കുന്നു ഇതിനൊരു പദമുണ്ട് എന്ന് മനസ്സിലായി. ഈ പദം അവൾക്ക് ഭാഷയിലേക്കുള്ള പ്രവേശനമായി തീരും. അപ്പോഴവൾ ടീച്ചറെ വിളിച്ചു കൊണ്ടുപോയി ഓരോന്ന് ടീച്ചറുടെ കൈ പിടിച്ച് കാണിച്ചു കൊടുക്കുക. ഇതെന്താ എല്ലാത്തിനും പേരുണ്ട് മനസ്സിലാക്കി. ഭാഷയിലെല്ലാം അറിയപ്പെട്ടിരിക്കുന്നു, പറയപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോഴവള് മോചിതയായിരിക്കുകയാണ്. എന്തിൽ നിന്ന്? ഈ ബ്ലൈൻഡ്നെസ്സിൽ നിന്ന്, ഈ ഡെഫ്നെസ്സിൽ നിന്ന്, അതുപോലെ ഈ സംസാരിക്കാൻ വയ്യാത്ത ഈ അവസ്ഥയിൽ നിന്ന് ഒക്കെ അവൾ രക്ഷപ്പെടും. അപ്പോൾ ഈ ടാലന്റ് ഉള്ളതുകൊണ്ടും ആ ടാലന്റ് ഉപയോഗിക്കാൻ കഴിഞ്ഞതുകൊണ്ടുമാണ് ഇത് സാധ്യമായത്. പിന്നെ അവൾ പറയുന്നു, എനിക്ക് നിങ്ങൾ ആരും വായിക്കുന്നതിനേക്കാൾ അർത്ഥവത്തായി ബൈബിൾ വായിക്കാൻ സാധിക്കും. കാരണം എന്താണ്? നിങ്ങളിതൊക്കെ അറിയാവുന്ന ആളുകളായതുകൊണ്ട് അലസമായിട്ട് വായിക്കും. ഞാൻ ഓരോ വാക്കും അറിഞ്ഞ് മനസ്സിലാക്കി വായിക്കും. അതുകൊണ്ട് ബൈബിൾ എന്നെ പോലെ നിങ്ങൾക്ക് വായിക്കാനാവില്ല എന്ന് അവർ പറയും. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ ടാലന്റ് എന്ന് പറയുന്ന ഈ ക്രിയേറ്റിവിറ്റി കൊണ്ട് മറികടക്കാൻ സാധിക്കുന്നു. നമുക്ക് എല്ലാ പരിമിതികളും ദൈവം തന്ന സർവ്വപരിമിതികളും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പരിമിതികളെ രക്ഷിക്കാൻ, അതിജീവിക്കാൻ നമുക്ക് ഈ ക്രിയേറ്റിവിറ്റി തുണക്കി കിട്ടും. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ എല്ലാവർക്കും ഉണ്ട് അവരിൽ ടാലന്റ്. അത് ഒളിഞ്ഞിരിക്കുന്നു. പാടാനായിരിക്കാം, പറയാനായിരിക്കാം, കാണാനായിരിക്കാം, ചെയ്യാനായിരിക്കാം, തിരിച്ചറിയാനായിരിക്കാം. ഈ തിരിച്ചറിയാനുള്ള ഈ ശേഷി, കാണാനുള്ള ഈ ശേഷി, പാടാനുള്ള ഈ ശേഷി ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ വലിയ സാഫല്യം അനുഭവിക്കുന്നു. അല്ലെങ്കിൽ ഒരു വ്യക്തിയായിരിക്കാം, ഒരു പക്ഷേ മെസ്സി എന്ന് പറയുന്ന, റൊണാൾഡോ എന്ന് പറയുന്ന, അയാൾ വിദ്യയല്ല. ഈ ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഇതുപോലെ എന്തൊരു ആനന്ദമാണ് ഒരാൾ ഗോളടിച്ചാലെന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തൊരു പരസ്പര ധാരണയാണ്, എന്തൊരു നീതിയുക്തമായ സ്ഥലമാണ് ഒരു ഫുട്ബോൾ ഗ്രൗണ്ട്. ആലോചിക്കണം,
ഒരു തെറ്റ് ചെയ്ത അപ്പം അമ്പയർ അല്ലെങ്കിൽ റഫറി പൗളില്ലാത്ത സമൂഹത്തിൽ നിറയെ പൗളുകളാണ്. ആ പൗളുകൾ കാരണമാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത്. ആ പൗളുകൾ ഇല്ലാത്ത ഒരു ലോകം സൃഷ്ടിക്കാൻ വേണ്ടി നമ്മൾ ഫുട്ബോൾ, നമ്മൾ ക്രിക്കറ്റ്, ഇതൊക്കെ അവരവരുടെ ഇതുപോലെ ആർട്ട് പാടുന്നതും പറയുന്നതും നാടകവും സംഗീതവും പഠനവും ഇങ്ങനെ മനുഷ്യർ ഏതെങ്കിലും തരത്തിൽ ഈ ആർട്ടിന് ക്രിയേറ്റിവിറ്റിക്ക് പിന്നെ സാക്ഷിയാണ്, അല്ലെങ്കിൽ അതിന്റെ ക്രിയേറ്റർ ആണ്. അപ്പൊ ഈ ക്രിയേറ്ററാണ് നമ്മുടെ ഒരു വലിയ ആശ്വാസം. ആ വലിയ ആശ്വാസം ലോകത്തിന് നമുക്ക് ഒരുപാട് എന്താ പറയുക, അത് പിന്നെ സൗഖ്യം നൽകുന്നു, നമ്മുടെ ബുദ്ധിക്ക് പ്രവൃത്തി നൽകുന്നു. അല്ലായിരുന്നെങ്കിൽ നമുക്ക് അതിജീവിക്കാൻ കഴിയുമായിരുന്നില്ല ഈ ലോകത്തിൽ. അങ്ങനെ ഈ ഫയറിന്റെ പരിവർത്തനമാണ് പ്രൊമിത്യൂസ് തന്നിട്ടുള്ള ഈ ഫയറിന്റെ പരിവർത്തനമാണ് നിങ്ങളുടെ ആർട്ടും നിങ്ങളുടെ ഈ എല്ലാ പ്രവൃത്തികളും എന്നാണ്. അങ്ങനെ ആ ഫയർ അല്പമെങ്കിലും പ്രയോഗിക്കാൻ കഴിയാതെ പോയാൽ നിങ്ങൾ ആരായിത്തീരും? നിങ്ങൾ വളരെ നിരാശരായി. ഞാൻ കൂടുതലായി പറയുന്നില്ല. ഞാനൊരു കവിത ചൊല്ലിയിട്ട് വളരെ കുറച്ച് ആശ്വാസം. അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി. ഇനി എനിക്ക് അത്താഴപ്പഷ്ണി കിടക്കാം, ആരും സ്വൈരം കെടുത്തില്ല. ഇനി എനിക്ക് ഉണങ്ങിപ്പാറുന്നത് വരെ തല തുറക്കണ്ട, ആരും ഇടവിടത്തി നോക്കില്ല. ഇനി എനിക്ക് കിണറിന്റെ ആൾമറയിലിരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ട് പുസ്തകം വായിക്കാം. പാഞ്ഞെത്തുന്ന ഒരു നിലവിളി എന്നെ ഞെട്ടിച്ചുണർത്തുന്നു. ഇനി എനിക്ക് സന്ധ്യാസമയത്തേക്ക് പുറത്തിറങ്ങാൻ ടോർച്ചെടുക്കുന്ന രോമത്തുളകളിലൂടെ ചോരവാർന്ന് ചത്ത അയൽക്കാരനെ ഓർത്ത് ഉറക്കത്തിൽ എണീറ്റിരുന്ന മനസ്സ് ഇന്നലെ ഇല്ലാതായി. ഇനി എനിക്ക് എത്തിയേടത്തുറങ്ങാം. ഞാൻ എത്തിയാൽ മാത്രം കെടുന്ന വിളക്കുള്ള വീട് ഇന്നലേക്ക്. തൻ്റെ അശ്രദ്ധ കൊണ്ടാണ് ഞാൻ അനുഭവിക്കുന്നത് അത്രയും എന്ന ഗർഭകാല തോന്നലിൽ നിന്ന് ഒടുവിൽ അമ്മ ഇന്നലെ ഒടുവിൽ അമ്മ എന്നെ പെറ്റുകീഴ്ത്തി. ഇനി ശരീരവേദന കൊണ്ടല്ലാതെ ദുഃഖം കൊണ്ട് ഒരാളും കരയുകയില്ല. നിരുപാധിക സ്നേഹത്തിന്റെ ഒരു ഉറവിടമാണ് ഈ അമ്മയെന്ന് എൻ്റെ പല ക്രൂരകൃത്യങ്ങളും ഒക്കെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മകൾ അമ്മയിലേക്ക് എത്താതിരിക്കില്ല. ആ ഓർമ്മകൾ ഒരിക്കലും എൻ്റെ അമ്മയിലേക്കല്ല എന്നതുകൊണ്ടാണ് ഞാൻ കവിത എഴുതുന്നത്. അത് നിങ്ങളുടെ അമ്മയിലേക്കാണ്, നിങ്ങളായിരിക്കുന്ന അമ്മയിലേക്കാണ്. അതൊരിക്കലും കൽപ്പറ്റ നാരായണൻ എന്ന് പറയുന്ന ഒരാളുടെ അമ്മയെക്കുറിച്ച് എൻ്റെ ഒരു അനുഭവത്തെ നിങ്ങളുടെ അനുഭൂതിയാക്കി മാറ്റുമ്പോൾ നിങ്ങളുടെ അനുഭൂതിയുടെ അനുഭവമായി എൻ്റെ അനുഭവം മാറുന്നു എന്നതാണ് കവിതയുടെയോ ഏത് കലാസൃഷ്ടിയുടെയോ. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ് നിങ്ങൾ അനുഭവിച്ചിരിക്കുന്നത്, എൻ്റെ ക്രിയേറ്റിവിറ്റി. ഇങ്ങനെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുഭവിക്കാൻ വേണ്ടി നിങ്ങൾ കവിത വായിക്കുന്നു, നിങ്ങൾ കഥ വായിക്കുന്നു. അതെ, ഫുട്ബോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഗോളടിക്കേണ്ട ആ നിമിഷത്തിൽ അയാളുടെ കാല് വരുമ്പോൾ ഗാലറിയിൽ ഒരുപാട് ആളുകളുടെ കാല് ഉയരും. അവരൊന്നും ഗോളടിക്കുന്നില്ലെങ്കിലും അവർക്കൊക്കെ അവരുടെ ടാലന്റ് ഉപയോഗിച്ചതായുള്ള പ്രതീകാത്മകമായ സുഖം മറ്റെല്ലാ ജീവജാലങ്ങൾക്കും എന്ത് സാധ്യമല്ല. ഈ സുഖങ്ങളൊന്നും സൃഷ്ടിക്കാനാവില്ല. അവർക്ക് ആർക്കും ആ തരത്തിലുള്ള ഒരു ടാലന്റും ഇല്ല. അതിന് മനുഷ്യൻ വലിയ വില കൊടുക്കേണ്ടി വന്നിരിക്കുന്നു. മനുഷ്യന് മരണമുണ്ട് എന്നറിയാം, അവർക്കാർക്കും മരണമുണ്ട് എന്നറിയില്ല. മരണമുള്ളത് കൊണ്ടാണ് ഇത്ര ഉറപ്പുള്ള കെട്ടിടം, മരണമുള്ളത് കൊണ്ടാണ് റോഡിന്റെ സൈഡിൽ നമ്മൾ നടക്കുന്നത്, മരണമുള്ളത് കൊണ്ടാണ് ഈ വാഹനത്തിന്റെ
ബ്രേക്കൊക്കെ ശരിയാക്കുന്നത്. മരണമുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയേറെ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു രക്തസാക്ഷിയാണ് വാസ്തവത്തിൽ ഈ റോഡിന്റെ വീതി കൂട്ടിയത്, ഈ വാഹനത്തിന്റെ ഗതി നിർണയിച്ചത്. എല്ലാം അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നു. അവർ പഠിക്കുന്നില്ല. മനുഷ്യർ മാത്രമാണ് ഭൂമിയിൽ പഠിക്കുന്നത്. പഠിക്കാതെ അയാൾക്ക് മുന്നേറാനാവില്ല എന്നതിനാണ് അങ്ങനെ പഠിക്കുന്നത്. ഇങ്ങനെ പല വിധത്തിൽ നമ്മുടെ ടാലന്റുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ടാലന്റുകളുടെ ഒരു സഭ ഉണ്ടാക്കാനാണ് ഇവിടെ ശ്രമം എന്ന് മനസ്സിലാക്കുന്നു. ഞാൻ നിങ്ങൾക്ക് എല്ലാ ആശംസകളും